നമ്മൾ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം സേ യെസ് ടു ജങ്ക് ഫുഡ്. യെസ്, അതാണ് അവിടെ എത്തിയിരുന്ന തിങ്കളാഴ്ച തൊട്ട് നമ്മുടെ ഡയറ്റ് പ്രോപ്പർ ആയിരിക്കും. തിങ്കളാഴ്ച തൊട്ട് മാമന്മാരൊക്കെ മുട്ടം തള്ളു. അതിനുശേഷം നിഷാദാണ് ഇവിടെ ഫ്ലെക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ ചെസ്റ്റും കാര്യങ്ങൾ ഫ്ലെക്സ് ചെയ്യുകയാണ്. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ക്യാമറ ഫുൾ എണ്ണി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും നിഷാദിന് എത്ര ക്യാമറ ഉണ്ടെന്ന്. അവിടെ ഇരുന്ന് ബോറടിച്ചുകൊണ്ട് നമ്മൾ ഈ ഡോറിൻ്റെ പോർഷനിൽ വന്ന് കുറച്ച് ചില്ലാക്കാന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ മിററിൽ നോക്കിയിട്ട് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വിതറി വാരിയിട്ടു. പിന്നെ നമ്മൾ കൊച്ചിയിലെത്തിയതിന് ശേഷം ഓട്ടോയിൽ നിന്നായപ്പോലും നമുക്ക് നേരെ ചൊവ്വേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ശബ്ദമായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇപ്പം നല്ല വിശപ്പായിരുന്നു. രാവിലെ നമ്മൾ 12 മണിക്ക് കഴിച്ചതാണ്. അതിനുശേഷം നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും നിഷാദ് അനൂപേട്ടൻ്റെ ഫുൾ വിശന്ന് അടപ്പളവിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അനൂപേട്ട കിടക്കുന്നുണ്ടോ? ഇങ്ങനെ അനൂപേട്ട കിടക്കുന്ന നോക്കി. ഗൈസ്, നമുക്ക് അശ്വിൻ ഉറങ്ങുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് പറയടാ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ കേരളത്തിലെത്തി. ഇവിടെ വീഡിയോ എടുത്തുകൂടാ. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ K11 ഫിറ്റ്നസ് കോഴ്സാണ് പഠിക്കുന്നത്. എഴുതി വെച്ചിട്ടുണ്ടോ? സോ ഗൈസ്, ഞാൻ കാണിക്കുന്നില്ല. ബൈ. നമ്മൾ പോയിട്ട് വരാം. പുറത്തിറങ്ങിയിട്ട് കാണാം. നമുക്ക് തിയറി എക്സാം ഉണ്ട്, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ബ്രോ. അപ്പോൾ പോയിട്ട് വരാം. ബൈ. തള ഷിറ്റ്സുവിൻ്റെ മേളം. ഗൈസ്, നിഷേട്ടാ പാസ്സായോ? തോറ്റു. പരീക്ഷ തോറ്റു ഗൈസ്. നമ്മളല്ല, ഇവർ തോറ്റു. അടുത്തത് ഇവൻ. യാ ബ്രോ. പക്ഷെ എനിക്ക് പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടാണല്ലോ. നീ ജയിക്കോടാ. കാരണം ഇവരുള്ളതുകൊണ്ട് ഇവരെനിക്ക് പഠിപ്പിച്ചേ. ഇടവും പലയിടും നമ്മളുണ്ട്. പറഞ്ഞേട്ടാ എന്നെ നിങ്ങൾ കിടത്തിട്ട് പോവും. ഇന്നലെ ഒരു കിട്ടുള്ള സംഭവം നടന്നു. നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്ത് വേണം? ഒരു കാര്യം കാണിച്ചിരുന്നു. പെട്ടെന്ന് കണ്ടോണം. പെട്ടെന്ന് ക്യാമറ തട്ടണം. അത് മാറി. നിങ്ങളത് കണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഏത്? ഓക്കെ, നമ്മൾ ഓട്ടോ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഗ്രൂമിങ്. നമ്മൾ താടി മീശയൊക്കെ എടുക്കാൻ പോകുന്നു. കൊച്ചി വ്ളോഗ് പൊളിക്കാൻ ടോപ്പാക്കാൻ പറഞ്ഞിട്ട് മഴ ചതിച്ച്. ദിസ് ഡാഷ് മഴ നമ്മളെ ചതിച്ചു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, 70 മാർക്ക് വിജയിക്ക്, 66 മാർക്ക്, 4 മാർക്കിന് പോയി. പക്ഷെ അവിടെ ആദ്യമായിട്ട് വന്നൊരു കിളവൻ പാസ്സായി പോയി. അതെങ്ങനെയുണ്ടോ? പഠിച്ചിട്ട് മാർക്ക് കിട്ടാൻ പാടെ. ഇറങ്ങി വെക്കുമ്പോൾ ചെയ്യും. വാട്ട് ഈസ് ഫിറ്റ്നസ്? Capability of the book. Capability ഫിറ്റ്നസ് മെയിനായിട്ട് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? അല്ല, ഞാൻ പോയി ഇനി നേരെ അപ്പാർട്ട്മെന്റിൽ പോകണം. അപ്പാർട്ട്മെന്റിൽ പോയിട്ട് നമ്മൾ നേരെ കിടത്തി ഉറക്കും. കിടത്തി ഉറക്കാൻ പോണ പാട്ട് എന്തെന്ന് അറിയാമോ? പോയടാ. സോ ഗൈസ്, ഇനി നേരെ നമ്മൾ അപ്പാർട്ട്മെന്റിൽ പോകണം. അപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവിടെ നേരെ ഗ്രൂമിങ്ങിന് നമ്മൾ ഇറങ്ങാം. അനൂപേട്ടൻ വരത്തില്ല, ഞാൻ നിഷാദാരൻ്റെ കൂടെയാണ് പോണത്. അപ്പോൾ അവിടെ നേരെ ഗ്രൂമിങ്ങിന് പോയിട്ട് അവിടെ വെച്ച് കാണാം. ഓക്കെ, വേണ്ടത്തെ സ്റ്റോപ്പിൽ നമ്മൾ അനുവിനെ വിളിക്കാണ്ട് ഇറങ്ങുമ്പോൾ അനുവ് നേരെ അങ്ങ് പോകും തമിഴ്നാട്ടിൽ. സത്യം, നമ്മൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ കിടന്നുറങ്ങി കണ്ണൂർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി കിടന്നു. നാഗർകോവിൽ പോയിട്ട് പോയിട്ട് അപ്പോൾ നേരെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് കാണാം. അപ്പാർട്ട്മെന്റിൽ ഒരുത്തൊക്കെ ഉറങ്ങി തള്ളണുണ്ട്. പട്ടി ഉറക്കും. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രൂമിങ്ങിന് പോകും. അപ്പം നമ്മൾ റെന്റഡ് ബൈക്ക് കൂടെ
ഇതാണ് അപ്പാർട്ട്മെൻറ്റ് ഇതാണ്. അനുവേട്ട നമ്മളിപ്പോൾ ബൈക്ക് നമ്മൾ റെൻറ്റിനെടുത്ത് ബൈക്ക് ഓട്ടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. റെൻറ്റിനെടുത്തതേ ഉള്ളൂ, പക്ഷേ യൂസില്ല. രാത്രിയൊക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ നമുക്ക് ബാക്കി ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒട്ടും നല്ല മഴയുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല കറക്റ്റായിട്ട് ബൈക്ക്. അപ്പോൾ ഇപ്പോൾ മഴ ഉണ്ടെങ്കിലും വലുതായിട്ട് മഴയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരോ സോളോ റൈഡ് റൈഡൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അത് ചെയ്തിട്ട് വരാം. സോയ അപ്പം ഇനി എന്താണ് ഫുഡ് കഴിക്കാം. സോയ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. നമ്മൾ ബുള്ളറ്റ് റെൻറ്റിനെടുത്ത് എറണാകുളത്ത് വന്നിട്ട് ഇതാ മഴയത്ത് ഒരിടത്തും പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇതാ വണ്ടി എടുത്തുകൊണ്ട് ഫുൾ കറക്കാം. ഒരു റൗണ്ട് പോയിട്ടോ. ഓ മഞ്ജുണൻ എത്തി ഗൈസ്. മഞ്ജുണൻ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി. ഡാൻസ് ക്ലാസ് എന്തോ ചെക്ക് ചെയ്യണോ? ചെക്ക് ഫോണാ രാത്രിയോ രാവിലെ ഫോൺ വെച്ചിട്ട് ഗ്രേ സ്കൂൾ കോട്ടയിൽ ഇവനെ അങ്ങ് എടുത്ത് വിട്ടാലോ? മുകളിലോട്ട് പോകണോ? എടി ഇതിന് 1 രൂപയാടാ ഈ ഫോണിന്. ഒന്ന് എത്ര സംതിങ് ഈ ഫോണ് ഓ പുളിയല്ലേ? ഓ നല്ല നോക്ക്. ഓവർ ഫിൽട്ടർ ഇതണ്ട ഒറിജിനൽ നാച്ചുറൽ കളർ. നമ്മുടെ മഞ്ജുനെത്തി. ഇത് 1,00,000 രൂപ. 1,04,000 രൂപ. പക്ഷെ നീ ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് ഐഫോൺ എടുത്തു പറയായിരുന്നാടാ. ഗൈസ് അപ്പം നമ്മൾ റംബൂട്ടാൻ തിന്നാൻ പോവാണ്. അടിക്കാനോട് തണ്ടേ അതന്നെ. അനുപേട്ടൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റംബൂട്ടാൻ കിട്ടും. അനുപേട്ട കണ്ട പൂച്ചക്കണ്ണാണ്. കാരണം അവിടെ 3ാമത്തെ നിലയിലുള്ള ജിമ്മിൽ ചേച്ചിമാർ വർക്കൗട്ട് ചെയ്യണത് അനുപേട്ട കണ്ടിട്ട് പറയുന്നത് ആ ചേച്ചി കിടന്നാണ് വർക്കൗട്ട് ചെയ്യണത്. അപ്പം അനുപേട്ട കണ്ണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അനുപേട്ട കണ്ണ് ആ വണ്ടി എടുക്കാൻ നമുക്ക് റംബൂട്ടാൻ തിന്നില്ല. റംബൂട്ടാൻ അനുപേട്ട നടത്തിയിരിക്കണ്ട. ഏറ്റവും ബാക്കി ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ആവും. ഇപ്പൊ പോയിട്ട് വരാം. അനുവേ സ്റ്റാർട്ടാണല്ലോ. നിങ്ങൾ ചവിട്ട്. അനൂപ് ഒന്ന് അടിച്ചു കൊടുക്കും. അനൂപ് അടിക്കാൻ പിടിക്കണേണെന്ന്. Guys, finally we are exploring. Yeah, bro. bro. Guys, നമ്മളിപ്പോ വണ്ടി നമ്മൾ റംബൂട്ടാൻ പറിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഓൺ ഗോയിങ് ആണ്. ഇതിനകത്തൊക്കെ ഇപ്പൊ അത് വീട്ടിൽ എപ്പം കണ്ടേട്ടാ റംബൂട്ടാൻ? കണ്ണു നോക്ക് അനുപേട്ടൻ്റെ. ഇത്രയും പറിച്ചിട്ട് പേടിക്കണേ? മോത്ത് നോക്കണല്ലോ, അവിടെ തന്നെ നോക്കണം. അത് പച്ച കേട്ടാ. ഇവിടെ ഇറങ്ങിയാലോ, ചാടി ഇറങ്ങിയാലോ? ഇനി ഇറങ്ങി നോക്കട്ടെ ഇവിടെ. നിഷാട്ട ചേട്ടൻ്റെ ബോഡിയിൽ പക്ക ഫ്ലെക്സ് ആയിരിക്കണം. ഇറങ്ങാൻ കൊള്ളാല്ലേ? സോ ഗായ്സ്, നമ്മൾ റംബൂട്ടാനൊക്കെ തിന്നിട്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് താഴെ വന്നിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. എവിടെ പോയി ഫുഡ് കഴിക്കാം? എവിടെ നല്ല ഫുഡ് കിട്ടുന്ന സൗത്തിലുണ്ട്. കുറേ റെസ്റ്റോറൻറ്റ് മെയിൻ റോഡ്. എടാ മഞ്ജു, നീ കുറേ നാൾ ഇവിടെ നിന്നില്ല. നല്ല ഫുഡൊക്കെ പറ. നല്ല ഫുഡെല്ലാം വണ്ടി ഉണ്ടല്ലേ പോവാന്നോ? പള്ളി എവിടെയാണ്? സിറ്റി, പ്രോപ്പർ സിറ്റി. ലുലു എവിടെയാ മുൻപ് പോയിട്ടില്ലല്ലേ? അത് സ്കാൽപ്പിൽ ഡയറക്റ്റ് തേച്ച് മീൻസ് നമ്മൾ ഈ ഫോർഹെഡ് തേച്ച് കഴിഞ്ഞാലാടാ ഹെയർ ഗ്രോത്ത്. എവിടെ കറ്റാർ? അവിടെ നോണ്ട് ഹെയർ ലോസ് വരും.
വണ്ടി കൊടുത്തു നേരെ അപ്പാർട്ട്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് കാണാം, അവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ നിഷാദത്തിനും നമ്മളെല്ലാവരും 5 മണിക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ 5 മണിയാണ് പ്ലാൻ. ഇനി എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ മൈൻഡ് മാറില്ല, 6-7 മണിയാകുമെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ എന്തായാലും നമ്മൾ ഇന്ന് തന്നെ കൊച്ചിയിൽ നമ്മൾ തിരിച്ചിറങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, നമ്മൾ കൊച്ചി ഡേയ്സ് കഴിഞ്ഞു. നമ്മൾ ഇന്നലെ വന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, ഇനി ഞാൻ തിരിച്ചു പോകുന്നു. എന്താണ് പരീക്ഷയ്ക്ക് തോറ്റു താൻ പോകുന്നു. പക്ഷെ ക്ലാസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും കാട്ടാണ് വീട്ടിലെ ക്ലാസ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, അത്രയുള്ള ഗൈസ്. കൊച്ചി ഡേയ്സ് കഴിഞ്ഞു. ഇനി അടുത്ത വേറെ എന്തെങ്കിലും സെറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഗൈസ്, ബൈ. ഹലോ ഗൈസ്, നമ്മൾ ഇന്നലെ 5 മണിക്ക് ട്രെയിൻ കയറിയതാണ്. വൈകുന്നേരം 5 മണിക്ക് ട്രെയിൻ കയറിയതാണ്. രാവിലെ 5:19, 5:20, 5:30 കൂട്ടിക്കോ, 5:30 ഇതുവരെയായിട്ട് ട്രിവാൻഡ്രം എത്തിയിട്ടില്ല. ഇനി ലേറ്റാവും. അയ്യോ, കൊല്ലത്തല്ല കേട്ടോ മരം വീണ്. കൊല്ലത്ത് മരം വീണിട്ട് നമ്മൾ എത്ര മണിക്കൂർ ഡിലേ കേട്ടോ, ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് കയറിയതാണ്. രാവിലെ 5 മണിക്കായിട്ട് പോലും എത്തില്ല. ഏട്ടാ അവസ്ഥ എന്തായാലും ടോപ്പ്.